സേവയ്ക്കായി എൻ ജീവനെയും കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ന തിരുരാജ്യവ്യാപ്തിക്കായി കാൽകൾ ഓടട്ടെ നിൻ പാതെ ചേരട്ടെ എൻ ചിന്ന തിരുരാജ്യവ്യാപ്തിക്കായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 19 വാക്യം. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളുകളെ അർപ്പിക്കും. ദൈവം പുറമേയുള്ളതിനേക്കാൾ ഹൃദയത്തെ നോക്കുന്നവനാണ്. ദൈവത്തിന് വലിയ യാഗങ്ങളോ വലിയ പ്രവൃത്തികളോ അല്ല ആവശ്യം. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് വിലപ്പെട്ടത്. പലപ്പോഴും മനുഷ്യൻ പുറമേയുള്ള ഭക്തിയിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ ദൈവം നമ്മുടെ ഉള്ളിലെ അവസ്ഥ അറിയുന്നു. തകർന്ന ആത്മാവാണ് യഥാർത്ഥ മാനസാന്തര അനുഭവം. തകർന്ന ആത്മാവ് എന്നത് കുറ്റബോധത്താൽ നശിക്കുന്നതല്ല, പാപം തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ്. എന്നാൽ അവൻ തൻ്റെ കുറ്റം തിരിച്ചറിഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് മടങ്ങി വന്നപ്പോൾ ദൈവം അവനെ പുനഃസ്ഥാപിക്കുന്നു. ലോകം നമ്മെ തള്ളിക്കളയാം, മനുഷ്യർ നമ്മെ കുറ്റപ്പെടുത്താം. എന്നാൽ നാം തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയെത്തിയാൽ അവൻ നമ്മെ സ്വീകരിക്കും. പ്രിയരെ, ഇന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പൂർണ്ണതയല്ല, വിനയമാണ്. ഒരു തകർന്ന ഹൃദയം, മാനസാന്തരമുള്ള ആത്മാവ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങിയെത്തുവാനുള്ള ആഗ്രഹം, ഇവയാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങൾ. അവന് പ്രസാദകരമായ യാഗമായി ഈ നാളുകളിൽ നമുക്ക് രൂപപ്പെടാം. തെറ്റുകൾ മൂടിവെക്കുന്നവരായിട്ടല്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരായി നമുക്ക് മാറ്റപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിനക്ക് പ്രസാദകരമായ യാഗമായി തീരുവാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.